പറയുന്ന ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയുന്നു. നിങ്ങളുടെ തലമുറകൾ എത്രത്തോളം ദൈവത്തിൽ നിന്ന് പിന്മാറി ജീവിക്കുന്നു, അത്രത്തോളം ദൈവത്തോടുമായി അവൻ അടുത്തോണ്ട് വരിക. അവൻ്റെ മാനുഷിക ബുദ്ധിയിൽ അവൻ അകന്നു പോകുന്നത് ദൈവസന്നിധിയിൽ നിന്ന്, അവൻ്റെ മാനുഷികമാകുന്ന ചിന്തകളിൽ നിന്ന് അവൻ അകന്നു പോകുന്നത്. പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല, ഏതൊക്കെയോ പ്രാർത്ഥനകൾ അവനെ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പറയാം, നിങ്ങൾ വില മുടക്കുന്നത് മാതാപിതാക്കളെ ചുമ്മാതല്ല. നിങ്ങളുടെ കണ്ണീര് നിലത്ത് വീഴുന്നത് ചുമ്മാതല്ല. നമുക്ക് ചുമ്മാതാ തോന്നിയായിരിക്കാം. അത് ഇനി മുതൽ ആ ചിന്തകളെ നമ്മൾ വെട്ടുക. നമ്മൾ വില മുടക്കുന്നത് ചുമ്മാതല്ല, അവരാത്മമണ്ഡലത്തിൽ നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പറയുമ്പോഴൊക്കെ ചില മാതാപിതാക്കൾക്ക് ചില സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങൾ ഞാൻ ഇന്ന് പകൽക്കാലം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞിനെ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാവോ? എത്രത്തോളം കരയുന്നുണ്ടെന്നറിയാവോ? എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കരയുന്നു, എത്രയോ ആഴ്ചകളായിട്ട് കരയുന്നു, മാസങ്ങളായിട്ട് കരയും. ഇങ്ങനെ മാസങ്ങളുടെ ലിസ്റ്റും വർഷങ്ങളുടെ ലിസ്റ്റും നമുക്കൊരു പക്ഷെ പറയാനുണ്ടായിരിക്കാം. എന്നാൽ ഒരു വിഷയത്തിന്റെ മറുപടി മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം അത് പ്രവർത്തിക്കും. അതിനുള്ള അടിസ്ഥാന തെളിവാണ് വചനത്തിനകത്ത് ദൈവം പറയുന്നത്, വായ്ത്തത്വം ചെയ്തവൻ വിശ്വസ്തൻ തന്നെ, അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവൻ പറഞ്ഞാൽ ഉവ്വ് തന്നെയാണ്. അവന്റെ വാക്കുകൾക്കോ അവന്റെ പ്രവൃത്തികൾക്കോ മാറ്റമില്ല. ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നമ്മുടെ ദൈവത്തോടുള്ള കണക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന്, എത്രത്തോളം കണക്റ്റായി നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ അടുത്ത് കയറി നിൽക്കുമ്പോൾ, ആത്മീയ വഴിയിൽ നടക്കുമ്പോൾ ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കും. അതിനെ തോൽപ്പിച്ച് കളയാനല്ല, ആ പ്രതിസന്ധി കൂടെ നടന്ന് കയറി ആ ഇടുക്കായ പാതയിൽ നീ നടന്ന് കയറി ചെന്ന് അവസാനം എത്തിക്കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ വിശാലമായ വാതിലുകൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ആദ്യം ചില ഞെരുക്കങ്ങൾ കാണും, ആദ്യം ചില രോഗങ്ങൾ കാണും, ആദ്യം ചില പ്രതികൂലങ്ങൾ കാണും, ആദ്യം ചില കഷ്ടതകൾ കാണും. ഇതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ മാതാപിതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ വിശ്വസിക്കുക, എനിക്കൊരു അനുഗ്രഹം അപ്പുറത്ത് എനിക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനുണ്ട്, അനുഗ്രഹം എനിക്ക് അനുഭവിക്കാനുണ്ട്. ഹല്ലേലൂയ. ഇത് പറയുന്നതിൻ്റെ കാര്യം എന്താ അറിയോ? എൻ്റെ രീതികളെ തിരുത്തി എഴുതിയ ദൈവം, എൻ്റെ ചരിത്രങ്ങളെ തിരുത്തിയ ഒരു ദൈവം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എന്നിൽ ദൈവം ചെയ്തെടുത്ത ദൈവിക പ്രവൃത്തികൾ, ആ മേക്കിങ്, ഞാൻ ദൈവം പണിഞ്ഞെടുത്തൊരു പാനം മാത്രമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ്. ദൈവം എന്നെ മെനഞ്ഞെടുത്തതാണ്. കാര്യം എൻ്റെ അകത്ത് ദൈവം ചെയ്തെടുത്ത ആ ഒരു പ്രോസസ്സിങ് എത്രത്തോളം വർണ്ണിച്ചു കഴിഞ്ഞാലും, എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തിലധികം മക്കളെ. എൻ്റെ സാക്ഷ്യം പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് അറിയുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടിയിൽ നമ്പർ കൊടുത്തേക്കാം. എന്നെ നിങ്ങൾ വ്യക്തിപരമായി കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ സാക്ഷ്യം. ഇതൊന്നും അല്ല എൻ്റെ സാക്ഷ്യം, ഇത് ഞാൻ ചുരുക്കും ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ട വെളിപ്പാടിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ തലമുറകളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ മാർഗം, നിങ്ങൾ ദൈവത്തോടുമായി യഥാർത്ഥമായി കണക്ട് നിൽക്കുക. ഇത് പറയുമ്പോൾ ഒരു വിള്ളൽ വന്ന പാളത്തിൽ ഒരിക്കലും ട്രെയിൻ കടന്നു പോകത്തില്ല. പൊട്ടൽ വീണ പാളത്തിൽ ഒരിക്കലും ട്രെയിൻ കടന്നു പോകത്തില്ല. അത് നേരായ കറക്റ്റായി കിടക്കുന്ന പാദത്തിലേ അത് പോകത്തുള്ളൂ, പാളകളിൽ അവർ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഒരു ആത്മീയ പൈതലിൻ്റെ ജീവിതവും. കറക്റ്റായ ട്രാക്കിൽ നിന്ന് ഓടുക, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. കറക്റ്റായ പാതയിൽ ഓടുക. വിശ്വസിക്കുക, ദൈവം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യും, വീരപ്രവൃത്തികളെ ചെയ്യും, അടയാളങ്ങളെ ചെയ്യും. ആമേൻ.